ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണേ. സോ അങ്ങോട്ട് കേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഇച്ചയും നേരെ ജീജിലോട്ടാണ് പോയത്. അങ്ങനെ ഒരു കേക്ക് എടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടെസ്സു എന്നിട്ട് ആളുടെ ഒഫീഷ്യൽ നെയിം ടെസ്മ എന്നാണ്. ഞങ്ങളെ വീട്ടിൽ ടെസ്സു എന്നാണ് വിളിക്കുന്നത്. ഓൾറെഡി നിക് നെയിം മന്നി എന്നാണ്, പക്ഷേ ഞങ്ങൾ ടെസ്സു എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ ഒരു ചെറിയ ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അവളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കേക്ക് കട്ട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതിന് മുമ്പേ തന്നെ അമ്മ പായസം വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ ഓൾറെഡി പാൽപ്പായസം കുടിക്കില്ല എന്ന് അമ്മയ്ക്കറിയാം, അതുകൊണ്ട് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചില്ല. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ആരാണ് മമ്മി ആരാണെന്ന്. അമ്മ എൻ്റെ വല്യമ്മയാണ്. പിന്നെ ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കില്ല, വല്യപ്പനെ വല്യമ്മയും നമ്മൾ അമ്മ പപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ശംഖുവത്ത് പോയിട്ടുണ്ടായിരുന്നേ. കാരണം ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ എവിടെയും പുറത്തിറങ്ങിയിട്ടില്ല 3 പേരും. പിന്നെ ഇത് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. കാരണം ആദർശേട്ടൻ ചെന്നൈയിലും അമ്മ അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പോഴാണ് പയ്യെ വീഡിയോസ് ഇട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, ശംഖുമുഖത്ത് പോയി. ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ വാങ്ങുന്ന ഉപ്പിലിട്ട് എന്തെങ്കിലും ആയിരിക്കും. കാരണം എൻ്റെ ഫേവറേറ്റാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം. അങ്ങനെ കുറേ മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കയും കാരക്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ച് അങ്ങോട്ട് നടന്നു. അങ്ങനെ അവസാനം കാലൊക്കെ വേദനയായിട്ട് നമ്മൾ മണലിരുന്ന് അങ്ങോട്ട് കളിക്കാനായിട്ട് തുടങ്ങി, ഞാനും റോഷനയുടെ 2 മക്കളുമായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചയാണെങ്കിൽ താഴെ ഇരിക്കാനായിട്ട് ഇച്ചേനെ ഇരുത്താനായിട്ട് നോക്കുകയാണ് ഉണ്ണിച്ചേട്ടൻ. കാരണം ഇച്ചയ്ക്ക് ഈ മണ്ണിലിരിക്കുന്നത് മഴ സമയത്ത് പുറത്തിറങ്ങുന്നത് മറ്റേ വൃത്തിയുള്ള ആ ഒരു ടൈപ്പാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അടിയൊക്കെ കൂടിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഐസ്ക്രീമും ചോളവും പാനിപ്പൂരിയൊക്കെ വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടെ. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മഴയ്ക്കുമ്പോൾ വീട്ടിലോട്ട് പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സീ വിത്ത് അന്നത്തെ വീഡിയോ. ടാറ്റാ.